35 രൂപ ഉണ്ടായിരുന്നു. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. 895 ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് കൊണ്ടുപോകാം. വെറും 4500 കിലോമീറ്റർ മാക്സിമം ട്രാക്കിന്റെ ഫുൾ ഓൺ ചെയ്യാം. 15,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. മരുതിന്റെ വാഹനം അത് ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 5.5 അല്ല, ഒരു ചെറിയൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഡീസൽ 7 സീറ്റർ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഉണ്ടാവും. എത്ര ചോദിക്കും നമ്മൾ? 495. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 70,000 രൂപയ്ക്ക് അടുപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക്. ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഒന്നുകൂടെ നമുക്ക് ബഡ്ജറ്റാണ് പുതിയ വാഹനത്തെ അപേക്ഷിച്ച്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി, വാറണ്ടി, അത്തരം ടെൻഷനുകളൊക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് 2 വർഷം വരെ വാറണ്ടി, അതേപോലെ 1 വർഷം വരെ റോഡ് അസിസ്റ്റൻ്റ് കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം നമുക്ക് 120 ചെക്ക് പോയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല മോഡൽ കൂടിയ എല്ലാ സെഗ്മെൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ഷോറൂമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്കൊരു ഈ ഒരു വിഷു ഒക്കെ പ്രമാണിച്ച് വിഷുവിൻ്റെ ദിവസം കഴിഞ്ഞുവെങ്കിലും കുറച്ച് ദിവസങ്ങളിലൂടെ നമ്മൾ ഏകദേശം 2000 രൂപയുടെ പെട്രോൾ കൂപ്പണും നിങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നല്ല ട്രാക്കിനെയും മാക്സിമം ഫുൾ ഓണിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ മോഡൽ കൂടിയതും ക്വാളിറ്റി ഉള്ളതും അതേ 2 വർഷം വരെ വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വാഹനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. നമ്മളെത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ഗുഡ് ചോയ്സിലാണ്. ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഉണ്ണിയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു കറക്റ്റ് ഗുഡ് ചോയ്സിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? നമ്മൾ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. കൊട്ടാരക്കര ലോവർ കരിക്കം എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമ്മളെ റോഡ്, അതെ, പുലമൺ ജംഗ്ഷനിൽ തിരുവനന്തപുരം വന്ന റൂട്ട് ഒരു 4 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എഴുത്താണ് റെസ്റ്റോറന്റ് വരുന്നുണ്ട്. അതെ, പിന്നെ ജസ്റ്റ് നമ്മൾ കാർബൺ ബൈക്ക് മഹീന്ദ്ര കൊട്ടാരക്കര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഗൂഗിളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു SUV ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു US ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഒരു ജീപ്പ് കോമ്പസ്, അത് നമ്മൾ KL22 ട്രിവാൻഡ്രം കഴക്കൂട്ട് രജിസ്ട്രേഷനാണ് വരുന്നത്. ഡുവൽ ടൂൺ ആണ് വരുന്നത്, വിത്ത് സൺറൂഫ് എല്ലാം വരുന്ന, അതും കമ്പനി അലോയ്സ്, അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 ജി കോമ്പസ് ലിമിറ്റഡ് പ്ലസ് ആണ് വേരിയന്റ്. ഡീസൽ വണ്ടി, ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1140. ഡീസൽ അല്ലേ വരുന്നത്? അതെ, ഡീസൽ. ഏകദേശം നമുക്കൊരു 18-20 മൈലേജ് കിട്ടും അല്ലേ? അറേഞ്ച് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും, നല്ല കംഫർട്ടാണ്, ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി വരെ കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. ഇന്റീരിയറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സൺറൂഫ്, അതേപോലെ കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വാഹനം അല്ലേ? അടുത്തത് നമുക്കൊരു മാരുതി സുസുക്കി ഡിസയർ ആണ് അല്ലേ? അതെ, അതും നമുക്കൊരു അടിപൊളി വാഹനമാണ്. KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 ഡിസയർ ആണ്. VXI 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ചെറിയ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. മോഡൽ പറഞ്ഞ 2021 മോഡൽ അല്ലേ? നമുക്ക് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മുടെ വിലഭാഗം വരുന്നത് 645 ആണ്. അതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. ഇതിന് 2 വർഷം വാറന്റി ഉണ്ട് വണ്ടി. അപ്പൊ 2 വർഷം വരെ വാറന്റിയിലും ഉണ്ടാവും. 6,45,000 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 40,000 രൂപ മിനിമം ഉണ്ടെങ്കിൽ 40 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഇറക്കാം കേട്ടോ. അടുത്ത ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് മാരുതി സുസുക്കി ഓൾട്ടോ 800. ഏകദേശം 18-20 മൈലേജും കിട്ടും. ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയാണ്. 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി നിലവിലിപ്പോ. ഓക്കെ, വേറെ പറയത്തക്ക അപാകത കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഒരു കംഫർട്ടുള്ള വെഹിക്കിൾ ആണ്. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? 2,48 ആണ്. അതിനകത്ത് നമുക്ക് ചെറിയ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 40,000 രൂപ മിനിമം ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു മിനി SUV ടൈപ്പ് വാഹനം, അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ റെനോ കിഡ്. അത് നല്ല അടിപൊളി കളറാണ് വരുന്നത്. RXT ഏറ്റവും ടോപ്പ് ലോഡ് ആണ് അല്ലേ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഓക്കെ, അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഏകദേശം 50,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, LCD സ്ക്രീൻ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് തന്നെയാണ്. നല്ല ടയേഴ്സ് ഉണ്ട്. നിലവിൽ നമുക്കൊന്നും ചെയ്യിക്കാനൊന്നുമില്ല, നേരെ പെട്രോൾ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 345. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അല്ലേ? അടുത്തൊരു
എലൈറ്റ് i20 അതിൻ്റെ വൈറ്റ് ഫിനിഷിംഗ് ആണ്. നല്ല പെർഫോമൻസും നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല കംഫർട്ടും എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. 2015 i20 ആസ്ത. അപ്പൊ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡാണ്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ക്ലീൻലെസ് എൻട്രി, അതേപോലെ ഡയമണ്ട് കട്ട് അലോയ്സ്. അങ്ങനെ അന്നത്തെ ആ ഒരു സെഗ്മെന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന പെട്രോൾ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. കുറഞ്ഞ മെയിൻ്റെനൻസ്, ഒരു 15-16 മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? നമുക്ക് വണ്ടി വന്നതേ ഉള്ളൂ, കൂടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല, പ്രൈസോ കാര്യങ്ങളോ വന്നിട്ടില്ല. കിലോമീറ്റർ ഏകദേശം 50,000 ആണ് ഓടിയിരിക്കുന്നത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ കോൾ ചെയ്താൽ മതി അല്ല. അടുത്ത് നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ഫിനിഷിംഗ് ഒരു ഓൾട്ടോ 800 ആണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ 800 ആണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ അല്ലേ, ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. KL 16 രജിസ്ട്രേഷൻ ആണ്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 വാഹനമാണ്. ആൾട്ടോ 800 LXI, സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം 68 റേഞ്ച് ഓടിയിട്ടുള്ളൂ അല്ലേ. ചെറിയ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 2.75. 2.75 പക്ഷെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമത്? നമുക്ക് ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പ്രൈസ് ഫിക്സഡ് അല്ല, ചെറിയൊരു അഡ്ജസ്റ്റ് വന്ന് ഇഷ്ടപ്പെട്ട നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കൊരു ഡസ്റ്റർ ആണ് അല്ലേ. നല്ലൊരു ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി SUV ആണ്. സോ നമുക്കൊരു SUV ഫസ്റ്റ് വന്നത് ഇവരാണ് ശരിക്കും ഇന്ത്യയിൽ. ഡസ്റ്റർ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ്. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളെല്ലാം പക്കയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2018 മോഡല് ഡസ്റ്റർ RXS ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 1,00,000 കിലോമീറ്റർ, 85 PS ആണ്. സോ അത്യാവശ്യം 18-20 മൈലേജും ഉണ്ടാവും. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. സോ നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ട് മൈലേജ് കിട്ടുന്ന ഒരു SUV അല്ലേ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 5.65 ആണ്. അതിനകത്ത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ നോക്കുവാണെങ്കിൽ നമുക്ക് 75 രൂപ ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത നമുക്കൊരു മാരുതി സുസുക്കി വാഗ്നർ ആണ്. ഈ സെക്കൻഡ് ഹാൻഡിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ലൊരു ഇടത്തരം ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം മൈലേജ് കിട്ടും. കൂടെ തന്നെ നമുക്ക് വീട്ടിൽ പ്രായമുള്ളവരെ സംബന്ധിച്ച് റിയർ സൈഡിൽ ഇരുന്നിട്ട് നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ. വൈറ്റ് ഫിനിഷിംഗ് ആണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സും ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മോഡല് 2012 ആണ്. 70,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2012. നമുക്ക് ലോണ് അവൈലബിൾ ആണ്. ഒരു 1.5 വർഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുമത്? നമുക്കൊരു 35 രൂപ ഉണ്ടായിരുന്നു. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഇത് നമ്മളതൊരു കൊമേഴ്ഷ്യൽ പർപ്പസും അതേപോലെ തന്നെ ഒരുപോലെ ഫാമിലി പർപ്പസിനും പറ്റുന്ന ഒരു വാഹനമാണ് ഈക്കോ ഒമ്നി. അതേപോലെ 2 ഈക്കോകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. ഇത് AC ഉള്ള വണ്ടിയാണോ അതോ എങ്ങനെയാണ്? 7 സീറ്റർ സ്റ്റാൻഡേർഡ് ആണ്. നോൺ AC ആണ്. നോൺ AC. അപ്പോൾ 7 സീറ്റർ വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷൻ, നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആസ്കിംഗ് പ്രൈസ് ആയിരുന്നു 5.45 നമുക്ക് ചെയ്യാം. ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നാൽ മതി. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ അതേ സെഗ്മെന്റ് ആയത് തന്നെ ഒരു ഒമ്നി ഇവിടെ വരുന്നുണ്ട്. ബ്ലൂ ഫിനിഷിംഗ് ആണ്. ഇതും നമുക്ക് ഫാമിലി പർപ്പസിനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനും പറ്റുന്ന ഒരു വാഹനമാണ്. സോ അഡീഷണൽ ആയിട്ട് അത്യാവശ്യം നമുക്ക് പിന്നെ സ്കേട്ടിങ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ബമ്പർ ഗാർഡ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് വന്നിട്ടുണ്ട്. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 5 സീറ്റർ ആണ്. വണ്ടി 95,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഒമിനിയാണെങ്കിൽ അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫാമിലി യൂസ് ആയിരുന്നു. വലിയൊരു ലോഡ് അടിച്ച വണ്ടിയൊന്നുമില്ല. വണ്ടിക്ക് നിലവിൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 2.75. അതിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 10-30 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. അടുത്തൊരു ഓൾട്ടോ കേട്ടറാണ്. ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക് ആണ്. 2014 ആൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്. അപ്പോൾ അതൊരു മാരുതിന്റെ വാഹനം. അത് ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. KL 3 പത്തനംതിട്ട രജിസ്ട്രേഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്.
അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഏതായിരുന്നു മോഡൽ? 2014 വണ്ടി. 14 വണ്ടിയില്ല. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 49,000. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മളെ ആസ്കിംഗ് പ്രൈസ് 275. 10-30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? ചെയ്ത് കൊടുക്കാം. അടുത്ത് വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആണ്. ചെറിയ ബഡ്ജറ്റ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എന്ന മോഡൽ കൂടുതലുള്ള ഒരു വാഹനമാണ് റെനോ ട്രൈബർ. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2019 ട്രൈബർ RXT ആണ്. വണ്ടി വന്നതേ ഉള്ളൂ. ഇതിന്റെ പ്രൈസോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനും നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അടുത്ത നമുക്ക് ഇതാണ് നല്ലൊരു ഫീച്ചറിസ്റ്റിക് ആയിട്ടും അതേപോലെ ഒരു ഓട്ട് സെല്ലിംഗ് ആയിട്ടൊക്കെ ഉള്ള ഒരു വെഹിക്കിളാണ്. നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ ഉണ്ടായി നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡാസ് അടക്കം സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ നല്ല പക്ക വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി ന്യൂ ഫേസിൽ വരുന്ന ഒരു വേർണ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2023 പെട്രോൾ ആണ്, SX 1.6. ഈ ഒരു സെഗ്മെന്റിൽ പെട്രോൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതെ, ഈ ഒരു ഫേസിനകത്ത് അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 11.5 അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ട്രാക്കിന് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റില്ല. ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഫുൾ ഓൺ എല്ലാം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. എഗെയിൻ വീണ്ടും നമുക്കൊരു 7 സീറ്റർ ആണ്. മഹീന്ദ്ര SUV 500. റെഡ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2013 XUV 500 ആണ്. W8 വേരിയന്റ്. ഓക്കെ, അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? അതെ, 13 ടോപ്പ് എൻഡ് വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 1.15. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം എഞ്ചിൻ സൈഡ് ഒക്കെ നോക്കുവാണെങ്കിൽ പക്ക നീറ്റ് ആണ്. അത്യാവശ്യം മൈലേജും കിട്ടും. നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. 5555 ആണ് നമ്പർ ഒക്കെ വരുന്നത് അല്ലേ? എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇതിന്റെ നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 5.5 അല്ല, ഒരു ചെറിയൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് ഒരു ഡീസൽ 7 സീറ്റർ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഉണ്ടാവും. ലോണ് നമുക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവോ? ലോൺ നമുക്ക് 2 ഇയർ ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. യെസ്, അടുത്തത് നമുക്ക് വീണ്ടും ഒരു റെനോ കിഡൻ ആണ്. ക്ലൈംബർ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ഇത് മാനുവൽ ആണോ വരുന്നത്? മാനുവൽ ആണ്. നേരത്തെ ഇതിന്റെ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടിരുന്നു. നേരെ മാനുവൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ക്ലൈംബർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏകദേശം 40,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഒരു 18-20 തന്നെ മൈലേജും കിട്ടൂല. റേഞ്ച് മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് അത് വന്നിട്ടില്ല. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? 3.75. 10-40 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ തന്നെ ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. യെസ്, അടുത്ത നമുക്ക് വീണ്ടും നല്ലൊരു കിഡ്ലം വാഹനമാണ്. നല്ലൊരു കിഡ്ലം സിറ്റി വരുന്നുണ്ട്. ലോ മെയിൻ്റെനൻസ് ആണ്. അത്യാവശ്യം നല്ല കംഫർട്ട് യാത്ര കിട്ടുന്ന മെയിൻ്റെനൻസ് കുറവുള്ള വലിയൊരു വാഹനമാണ്. യെസ്, ഹോണ്ട സിറ്റി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2014 മോഡൽ ഹോണ്ട സിറ്റി സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഏകദേശം 90,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. പെട്രോള്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മാനുവൽ അല്ല വരുന്നത്? മാനുവൽ. അത്യാവശ്യം മൈലേജും കിട്ടും. മെയിൻ്റെനൻസ് കുറവാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. എത്ര ചോദിക്കും നമ്മൾ? 4.95. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ? നമുക്കൊരു 70,000 രൂപയ്ക്ക് അടുപ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. 4.95 ആസ്കിംഗ്. അടുത്ത നമുക്കൊരു ഏറ്റവും ഫുൾ ലോഡിലൊരു അതും ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സെലേറിയ വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 സെലേറിയ ഓട്ടോമാറ്റിക് ZX ആണ്. വണ്ടി ഏകദേശം 65,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ലോൺ നോക്കുന്നവർക്ക് ഒരു 50,000 രൂപ ഉണ്ടായിരുന്നാൽ മതി. നമുക്ക് സുഖമായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഒരു 50 രൂപയ്ക്ക് ഇറക്കാം. ടോപ്പ് ലോഡ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റിയറിംഗിലെ കൺട്രോൾസ്, റിയറിൽ വൈപ്പർ, അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി. അതൊരു ബഡ്ജറ്റ് പ്രൈസ്. 2 സൈഡ് എയർ ബാഗ് അടക്കം വരുന്നുണ്ട് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നു. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസും എന്നാൽ നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര SUV 300 അല്ലേ? അതെ, ഡീസൽ അല്ലേ വരുന്നത്? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, വിത്ത് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കാരണം നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. ലോ മെയിൻ്റെനൻസ് ആണ് വണ്ടി വരുന്നത്. അത് വൈറ്റ് ഫിനിഷിംഗിൽ നല്ല ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 വണ്ടി. വെറും 4,600 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. തീരെ ഓടിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 8.95. ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് കൊണ്ടുപോകാം. വെറും 4,500 കിലോമീറ്റർ മാക്സിമം ട്രാക്കിന്റെ ഫുൾ ഓണും ചെയ്യാം. 2023 വണ്ടിയാണ്. W8 ഓട്ടോമാറ്റിക്. ഓക്കെ, ഇനി അടുത്ത തവണ നമുക്ക് ഒരു മാരുതിന്റെ ഒരു കിഡ്ലം SUV ആണ് ഗ്രാൻഡ് വിറ്റാര.
നിലവിൽ ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അതതിന് നെക്സ ബ്ലൂവിൽ നല്ല ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു കിടിലൻ ഐറ്റം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 ഗ്രാൻഡ് ഐറ്റൻ ഡെൽറ്റയാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഏകദേശം 15,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്, മാനുവൽ ആണ്. ഈ ഒരു CNG ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. സോ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ കമ്പനി അലോയ്സ് വരുന്നുണ്ട്, 4 ഫുൾ കട്ട ടയേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ഒന്നും ചെയ്യിക്കാൻ നേരെ പെട്രോൾ അടിച്ചങ്ങ് ഓടിയാൽ മതി. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 1195. ബെസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ നമുക്ക് ഒരു രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇനി അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് അത് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡിലെ SUV ആണ് നമ്മളെ MG ആസ്റ്റർ അല്ലേ. അത് ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. സൺറൂഫ് വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ അതിൽ? സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് മാനുവലിൽ അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടൊക്കെ ഉള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2024 വണ്ടി, 24 MG ആസ്റ്റർ ആണ്. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഏകദേശം 25,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഇപ്പോൾ വന്നിട്ടില്ല. വിളിച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടൂല. വണ്ടി ലോക്കാണ്. സോ അതിന്റെ ഇന്റീരിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ നമുക്ക് അതിന് ഇന്റീരിയർ വീഡിയോ ഒക്കെ നമുക്കൊന്ന് ഷെയർ ചെയ്ത് തരും. ഇനി ഒരു ഇന്നോവയാണ്. അത് ചെറിയൊരു ബഡ്ജറ്റിൽ ഫസ്റ്റ് ജെൻ ഇന്നോവ 29 രജിസ്ട്രേഷന്. അത് നമുക്ക് ഫാൻസി നമ്പർ എല്ലാം വരുന്ന വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2009 മോഡൽ ഇന്നോവയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ്. പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇന്നോവ കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ. ഒറിജിനൽ കേരള വണ്ടി, അതും സിംഗിൾ ഓൺഷിപ്പിൽ പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടി അല്ലേ. 1,60,000 ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. അത് നമുക്ക് പിന്നെ ടൊയോട്ടനെ സംബന്ധിച്ച് ഒരു കിലോമീറ്റർ അല്ല, 10 ലക്ഷം വരെയൊക്കെ സുഖസുന്ദരമായിട്ട് ഓടും. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിരുന്നു 5,75. ചെറിയ പ്രൈസിനും ഉണ്ടാവും. മാക്സിമം നമുക്ക് ചെറിയ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടേ ഉള്ളൂ. ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കൂല. അടുത്ത് വീണ്ടും നമുക്കൊരു എലൈറ്റ് i20 തന്നെയാണ്. നേരത്തെ നമ്മളൊരു വൈറ്റ് ഫിനിഷിംഗ് പരിചയപ്പെടുന്നു. ഇത് എലൈറ്റിന്റെ സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 i20 ആസ്ത. 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ് വാഹനം വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, റിയറിൽ AC വെന്റ്, റിയറിൽ വൈപ്പർ, അതേപോലെ അലോയ്സ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. അത് നമുക്ക് 29,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയില്ല. എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന്? ഇത് വരുമ്പോൾ 5,95. ഏകദേശം നമുക്ക് ഒരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല. എഗെയിൻ നമുക്കൊരു മിനി മൈക്രോ SUV ആണ്. അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഫുൾ ബ്ലാക്കിൽ വിത്ത് സൺറൂഫ് എല്ലാം വരുന്നത്. നമുക്കൊരു സാധാരണക്കാരൻ്റെ ഫാമിലിക്ക് നമുക്ക് സൺറൂഫ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു കിടിലം എക്സ്റ്റർ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2024 എക്സ്റ്റർ ആണ്. കിലോമീറ്റർ ഏകദേശം 10 താഴെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 9,95. 9,95. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? നമുക്ക് ഏകദേശം 50-60 രൂപ ഉണ്ടായിരുന്നു. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് ഏതൊരു ബഡ്ജറ്റ് പ്രൈസിന് നമുക്ക് ഉണ്ടാവും. മാക്സിമം ട്രാക്കിന്റെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കും ചെയ്യാം അല്ലേ. എങ്കിൽ നമുക്കൊരു വീണ്ടും ഒരു റെനോ കിഡ് തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. മൂന്നാമത്തെ ഒരു കിഡാണ് വരുന്നത് അല്ലേ. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 കിഡ് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഏകദേശം 40,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ടുണ്ട്. സോ അത്യാവശ്യം നമുക്ക് അഡീഷണൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ 4 ഫുൾ കട്ട ടയേഴ്സ് തന്നെയാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഏകദേശം 40,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. അതിന്റെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് ഏകദേശം 4,55. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ട്രാക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം തന്നെ ചെയ്തു. മാക്സിമം തന്നെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഡിസൈൻ കൊണ്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഓൾട്രോസ്. 4 സ്റ്റാർ റേറ്റിംഗ് വരുന്നൊരു വാഹനമാണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡോസ് ഒക്കെ ഒരു 90 ഡിഗ്രി വരെ നമുക്ക് ഇതിൻ്റെ ഡോസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സും ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 ടാറ്റ ആൾട്രോസ് XM ആണ്. ഓക്കെ. ഏകദേശം 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 4,95. ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം. അത് നമുക്ക് ലോ കിലോമീറ്റർ ആണ്.
പിന്നെ സേഫ്റ്റി അതേപോലെ കംഫർട്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഉണ്ടല്ലോ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ആൾട്രോസ്. ഫ്രണ്ട്സ്, നമ്മളുണ്ടായിരുന്നു ഗുഡ് ചോയ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് വിഷു കഴിഞ്ഞെങ്കിലും കുറച്ച് നാൾ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2000 രൂപയുടെ ഫ്യൂൽ കാർഡ് തരുന്നുണ്ട്. അതിനൊക്കെ പുറമെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വർഷം വരെ നമുക്ക് ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ട്രസ്റ്റഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾ ട്രാക്ക് കാര്യങ്ങളെല്ലാം പക്കയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ വേണ്ടവർക്ക് നമുക്ക് അതും ഇവരെ അറേഞ്ച് ചെയ്ത് തരും. ഏകദേശം 120 ചെക്ക് പോയിന്റ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ യാർഡിലേക്ക് വാഹനം വരുന്നത്. സോ നമുക്കൊരു പുതിയൊരു വാഹനം വാങ്ങുന്നത് പോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് മാക്സിമം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് 1 ഇയർ റോഡ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ലോവർ കരിക്കം ഗുഡ് ചോയ്സിലാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ നമ്പർ കണ്ടിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസിനുണ്ണി സൈനിങ് ഓഫ്.